കരുണ ഹോസ്പിറ്റലില്. അവിടെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നുണ്ട് നിന്റെ മോള്. ഈശ്വര, വസുമതി പറഞ്ഞതൊന്നും സത്യമാവല്ലേ എന്റെ ഭഗവാനെ. വസുമതി ആന്റി പറഞ്ഞത് സത്യമാണെന്ന് അറിയുമ്പോ ശാലിനി ഫിനിഷ്. പിന്നെ എനിക്കധികം പണിപ്പെടേണ്ടി വരില്ല. അല്ല, ഇവരെന്താ എന്നോട് ആ സംഭവത്തെ കുറിച്ചൊന്നും ചോദിക്കാത്തത്? ഓ, ഇവരുടെ കാഴ്ചപ്പാടിൽ മകളും മരുമകനും ഇപ്പൊ പഞ്ചകൈലാസത്തിൽ വ്രതം ഇരിക്കുകയാണല്ലോ. വസുമതി ആന്റി പറഞ്ഞത് നുണയാണെന്നായിരിക്കും വിചാരം. മണ്ടി. മകള് വെട്ടിയിട്ട വാഴ പോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കണ്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകാതിരുന്നാ മതിയായിരുന്നു. പോയാ പോയി. എന്നെ രോഹിത്തിന് പിടിച്ചു കൊടുക്കാൻ വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും ഫസ്റ്റ് നൈറ്റ് നടത്തുകയും ചെയ്ത ആളല്ലേ. ഇനി എനിക്ക് എന്റെ വഴി, ഇവർക്ക് ഇവരുടെ വഴി. എന്തായാലും അടിപൊളി സീനാവട്ടെ ഹോസ്പിറ്റലില്. പ്രീതിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ദൈവം അങ്ങനെ അങ്ങ് കൈവിടില്ലല്ലോ നമ്മളെ. ശാലിനി, എന്താ ഹെലൻ? 1-2 മെഡിക്കൽ റിപ്പോർട്ട്സും കൂടെ കിട്ടാനുണ്ടായിരുന്നു ശാലിനി. എങ്കിലും ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. ന്യൂറോളജി ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ കൂടി എടുക്കണം. ഹെലൻ ഡോക്ടർ? യെസ്, വൺ അമംഗ് ദ ടോപ്പ് മോസ്റ്റ് യൂറോളജിസ്റ്റ് ഇൻ ദ വേൾഡ്. അദ്ദേഹം ഇവിടെ ഇല്ല. ഒരു വീഡിയോ കോൺഫറൻസിലൂടെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളെല്ലാരും ഒന്ന് കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് ഇറങ്ങണം. ശാലിനി, ഞാൻ പുറത്തേക്കാം. എന്താ ശാലിനി? ഏറ്റവും നല്ലത് തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കു ശാലിനി. അതിനുവേണ്ടി പ്രാർത്ഥിക്കേ. ആ റിപ്പോർട്ട്സിങ് തരൂ.
എന്താടി വഴിതടയൽ സമരം? അല്ല സത്യഭാമേ, ഞാനൊരു തമാശ പറഞ്ഞു എന്ന് വെച്ച്. എന്റെ മകളെ തലയിടിച്ച് വീണ് ബോധമില്ലാതെ കിടക്കുന്നു എന്ന് പറയുന്നതാണോ ഈ തമാശ? അല്ല ഭാമേ, നീ എന്നെ പ്രകോപിപ്പിച്ചപ്പോ അതിനനുസരിച്ച് ഞാനും വായി തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. ശരി, വായി തോന്നിയത് നിനക്ക് പറയാം. പക്ഷെ സത്യഭാമയുടെ മകളെ കുറിച്ച് നീ വേണ്ടാത്തതാണ് പറഞ്ഞതെങ്കിൽ നിന്റെ വാ നിറച്ച് പല്ലടർന്നു കിടക്കും. ഭാമേ, ഇതങ്ങനെ വാശി തീർക്കേണ്ട കാര്യമൊന്നുമല്ല. എങ്കിലേ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ എനിക്ക് പറഞ്ഞു തരണ്ട കേട്ടോ. മാറങ്ങോട്ട് വഴിയുന്ന വാടി. എടി, നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ആന്റിയല്ലേ എല്ലാം പറഞ്ഞു കൊടുത്തത്, ഈ ഹോസ്പിറ്റലിന്റെ പേരടക്കം. സുസ്മിതേ, എന്താ അവിടെ? ദാ വരുന്ന ആന്റി. അമ്മ എന്ത് പോഴത്തൊരു ഈ കാട്ടുന്നേ? ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞതാടി അബദ്ധമായി പോയത്. ഈ ഹോസ്പിറ്റൽ അല്ലാന്ന് പിന്നാലെ പോയി പറഞ്ഞാലോ? ബെസ്റ്റ്. ഈ കണക്കിന് അമ്മ പോയി പ്രീതി എടുക്കുന്ന ഐസിയും കൂടെ കാണിച്ചു കൊടുക്കുമല്ലോ. അത് ശരിയാണല്ലോ. സത്യഭാമയെ ഐസിയുലേക്ക് വിടാതിരുന്ന മതിയല്ലോ. ഈ അമ്മയുടെ ഒരു കാര്യം. റിപ്പോർട്ട്സിംഗ് തരൂ. സിസ്റ്റർ, പ്രീതി എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? പ്രീതി നോക്കണം. വാ നോക്കാം. സത്യഭാമേ, സത്യഭാമേ, ഞാൻ പറഞ്ഞില്ലേ പ്രീതി ഹോസ്പിറ്റലൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഇവിടുത്തെ ഐസിയുല്. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കുക. വസുമതി, നീ ശരിക്കും വിഡ്ഢിയാണോ അത് വിഡ്ഢിയായിട്ട് അഭിനയിക്കുകയാണോ? അല്ല, അത് സത്യമാ. ഓ സുസ്മിത, നീ ഇങ്ങോട്ട് വാ. അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? ഡി, അവർ ഐസിയുലേക്ക് തന്നെ പോവാണല്ലോ. ഡി, അമ്മ എന്ത് മണ്ടത്തിറക്കിയ ഈ കാട്ടുന്നേ? നീ വാ, നമുക്ക് ഐസിയുലേക്ക് പോവാം. ഇനി അവര് കൈയോട് പിടിച്ചു കൊടുക്കണമായിരിക്കും. നീ വന്നേ. വസുമതി ആന്റി വന്നില്ലേ അർജുനേട്ടാ? അമ്മയ്ക്കിന്ന് പ്രീതിയുടെ പേരിൽ അമ്പലത്തിൽ എന്തോ വ്രതമോ പൂജയൊക്കെ ഉണ്ടെന്ന്. ഒരു ക്ലയന്റാ വിളിക്കുന്നത്. ഏയ് വേണ്ട വേണ്ട ശാലിനി, ഇപ്പം നിങ്ങളിവളെ കൊണ്ടുപോവില്ലേ? ഇവള് കുറച്ചു നേരം എൻ്റെ ഇരിക്കട്ടെ. ഹലോ, ആ സർ, ഞാൻ റേഞ്ചിലില്ലായിരുന്നു, ഒരു യാത്രയിലായിരുന്നു. ഇതെന്തായി തീരുന്ന് ആലോചിച്ചിട്ട് ഒരു മനസ്സമാനമില്ല ശാലിനി. നല്ലതേ നടക്കുന്ന സമാധാനിക്ക്, അല്ലാതെ
നിങ്ങളോടല്ലേ ചോദിച്ച എന്താ എവിടെയെന്ന്? അയ്യോ, അവർക്ക് പനി. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് പുതിയൊരിനം പനിയില്ലേ, നിപ്പ. നിപ്പ അതന്നെ. ശ്രീമോൾ എവിടെ? കുഞ്ഞെവിടെന്ന്? കുഞ്ഞിനെ ഒരു വീട്ടിലാക്കിയിട്ടുണ്ട്. അല്ലേ? അതെ അതെ അതെ. അതിന് പൊന്നി ഇന്ന് ലീവാണല്ലോ. പിന്നെ ആരുടെ കയ്യിലാണ് നിങ്ങൾ കുഞ്ഞിനെ കൊടുത്തിട്ട് പോകുന്നത്? വയ്യാത്ത രാഘവേട്ടന്റെ കയ്യിലോ അതോ കാര്യസ്ഥം പിള്ളയുടെ കയ്യിലോ? ഒന്ന് വാ തുറന്നു പറ. അത് അടിപൊളി. അയ്യോടാ, അർജുനല്ലേ ഇത്? നീ പഞ്ചകൈലാസത്തിനെ പറ്റി അല്ല, പ്രീതി എവിടെ? ഓ, അവിടുത്തെ ശിവക്ഷേത്രത്തിൽ അവള് വ്രതം ഇരിക്കുമായിരിക്കും അല്ലേ? പസുമതി, ഇനി നീ ഒരക്ഷരം മിണ്ടിയ ആ നിമിഷം നിന്റെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. കിട്ടേണ്ടത് കിട്ടിയപ്പോ അമ്മയ്ക്ക് തൃപ്തിയായി. ഇതാണല്ലേടി പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രം. പ്രീതി അവിടെ വ്രതം ഇരിക്കുന്നു പോലും. സത്യമേ, ഞാനത് അടിപൊളി. വാവ്, സൂപ്പർ. കൊടുകൈ. മിണ്ടരുത് നീ. പ്രീതിയുടെ കുഞ്ഞിന്റെ ജീവൻ ഇവളെ ഞാൻ ഏൽപ്പിച്ചിരുന്നത്. സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം അടക്കം. സത്യമേ, പ്രീതിക്ക് എന്താ സംഭവിച്ചെന്ന് നീ തന്നെ പറയണം എന്നോട്. എന്താ പറ്റിയ? അർജുനേട്ടാ, സത്യം പറ. സുസ്മിത, എന്താ പറ്റിയേ? പ്രീതിനെ പാറപ്പുറത്ത് തലയിടിച്ച് വീണു ശാലിനി. അമ്മ വിചാരിക്കുന്ന പോലെയല്ല.
പ്രീതി പാറക്കെട്ടെന്ന് കാല് വഴുതി വീണതാ. അതിന് ശാലിനി എന്ത് ചെയ്തെന്നാ? എടാ, ചെയ്യേണ്ടത് വേണ്ട സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. പ്രീതിയുടെ ജീവൻ ആപത്തുള്ളതുകൊണ്ട് അതിന്റെ ദോഷപരിഹാരത്തിന് നിങ്ങളെ പഞ്ചകൈലാസത്തിലേക്ക് വിട്ടത്. സിദ്ധൻ പ്രീതിയുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ജപിച്ചു തന്ന യന്ത്രം കളഞ്ഞിട്ട് ഇവളെന്താ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണ് നിന്റെ കൂടെ? യന്ത്രം കളഞ്ഞിട്ട് പോയത് മറ്റുള്ളവർ കാണൂന്നായപ്പോഴേ ഇവിടെ അമ്മയുടെ വക സോരയുടെ ഒരു മറ. ഇവൾക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ടടാ? നീ പറ. അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് ഇക്കാര്യം ഞങ്ങൾ അറിയിക്കാതിരുന്നതാ. അല്ലടാ, നിന്നെയും ഈ നിൽക്കുന്ന അർജുനെയൊക്കെ വിട്ടുകളാക്കിയിരുന്നു ഇവള്. സിദ്ധൻ ജപിച്ചെന്ന യന്ത്രമല്ല സ്ഥാപിച്ചതെന്ന് പഞ്ചകൈലാസത്തിൽ വെച്ച് ഇവൾക്ക് അറിയായിരുന്നു. സത്യമേ, എനിക്ക് പ്രീതിക്ക് ആപത്തുണ്ടായപ്പോഴാ താൻ ചെയ്ത നീചകൃത്യത്തിന്റെ ഗൗരവം ഇവൾക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അറിയും മുമ്പേ എങ്ങനെയെങ്കിലും പ്രീതിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനായിരുന്നു ഇവളുടെ ശ്രമം. അതിനൊപ്പം യഥാർത്ഥ യന്ത്രം സ്ഥാപിച്ചതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാ ഇവള് ശാരദാമ്മയുടെ സാരത്തുമ്പിന്റെ മറ തേടിയത്. നീ വലിയ മിടുക്കിയാടി, മിടുക്കി തന്നെയാ. അടിപൊളി. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയോ ഭാമാൻഡി ഇതില്? ആ, ഞാൻ കുറച്ച് ചെയ്താ മതി, ബാക്കി ഭാമാൻഡി ചിന്തിച്ചു പൂരിപ്പിച്ചോളും. എന്റെ പണി എളുപ്പമായി. സുസ്മിത, കൂടെ നടക്കുമ്പോ നിനക്കെങ്കിലും എന്നോടൊന്നും പറയായിരുന്നല്ലോ എന്റെ മകൾ ഇവിടെ കിടക്കാണെന്ന്. പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആന്റി. പലതവണ പറയാൻ തുനിഞ്ഞതുവാ. പക്ഷെ പ്രീതിയെ പറ്റി ഒരു അക്ഷരം വേണ്ടിയാ കൊന്നുകളയുന്നായിരുന്നു ശാലിനിയുടെ ഭീഷണി.